ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇന്നലെ ഒന്നും അറിയാത്ത കുട്ടികളെ കൊണ്ട് ട്രെയിനിൽ നിന്ന് ഗണഗീതം പാടിച്ച് ആ ഗണഗീതം പാടിയത് വിവാദമായിട്ടുണ്ട്. അപ്പൊ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ സംഘി ചാണകങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിളയാടുന്നുണ്ട്. അങ്ങനെ ന്യായീകരിച്ച ഒരു സംഘിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സംഘി വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മലമായി ഏട്ടൻ. അപ്പൊ നമ്മുടെ മലമായി ഏട്ടൻ ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഫേസ്ബുക്കിൽ. അതിലുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് മലമായിക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. പറയുന്നത് ഫുള്ളായിട്ട് പൊട്ടത്തരം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഗണഗീതം പാടിയത് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാണാം. നമസ്കാരം, ശ്രീധരായാണ്. വായിക്കാലോ. വന്ദേ ഭാരതിലെ ഗണഗീതം റെയിൽവേ മന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP. വായിച്ച് എന്താ പറയാനുള്ള പറഞ്ഞോ. എന്ത് കേന മലമായി ഏട്ടന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതേപോലത്തെ സൗണ്ട് ഒക്കെ കേട്ട് ചെവിടിന് തയമ്പ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതേപോലത്തെ സംഖ്യകളൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന സൗണ്ട് തന്നെയാണ്. അപ്പൊ ചെറ എന്തൊക്കെ പറയാൻ വന്നിട്ടുണ്ട് കേട്ടോക്കാം. RSS ഗണഗീത വിവാദം, അതായത് വന്ദേ ഭാരതിലെ RSS ഗണഗീതം പാടിയ വിഷയത്തില് റെയിൽവേ മന്ത്രിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ KC വേണുഗോപാൽ. എന്ത് കാര്യം ഇതേപോലെയൊക്കെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? വന്ദേ ഭാരത് പോലുള്ള ഒരു ട്രെയിനിൽ ഗണഗീതം പാടിയതിന് അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം കേന്ദ്രമന്ത്രിയായിട്ടുള്ള റെയിൽവേ മന്ത്രിയൊക്കെ ഈ സംഘിച്ചാണകങ്ങളുടെ കാറ്റഗറി പെടുന്ന ആളുകളാണ്. അവരുടെ ഭക്തഗാനമാണ് ഈ ഗണഗീതം എന്ന് പറയുന്ന കൊണഗീതം. അങ്ങനെയുള്ള കൊണഗീതം വന്ദേ ഭാരത് ട്രെയിനിൽ പാടി എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് യാതൊരുവിധ കാര്യമില്ല. പക്ഷെ കാര്യമുണ്ട്, ഇത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. പബ്ലിക്കായിട്ട് ഗണഗീതം പാടാൻ പാടില്ല എന്ന് കേസെടുക്കാൻ പറ്റുന്ന വകുപ്പാണ്. അതേപോലത്തെ ഊളത്തരം വന്ദേ ഭാരത് ട്രെയിൻ, അതായത് പൊതുസ്വത്താണ് വന്ദേ ഭാരത് ട്രെയിൻ. അങ്ങനെയുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ നിങ്ങളുടെ RSS ശാഖയിൽ പാടുന്ന ഗണഗീതം എന്ന് പറയുന്ന ഗുണഗീതം പാടാൻ പാടില്ല. അത് ഞങ്ങൾ പറയുന്നതല്ല, ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ്. അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇതേപോലുള്ള RSS ശാഖയിലുള്ള കുണ്ടന്മാര് ചെറിയ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നത്. ഒന്നും ഉണ്ടാവില്ല, അല്ല ഇതേപോലെ ചെയ്യില്ല. എന്റെ പൊന്നോ, മിക്കവാറും കേന്ദ്ര മന്ത്രിസഭ രാജിവെച്ചിട്ട് ഇപ്പൊ തന്നെ ചിലപ്പോ RSSനെ നിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താ ഇവനെ പോലുള്ള ഊളകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്? RSS എന്ന് പറയുന്ന സംഘടനയെ ഒരിക്കലും നിരോധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനോനില ഉള്ളത് കൊണ്ടല്ലേ ഇതേപോലെയൊക്കെ പറയുന്നുണ്ടാവുക. RSSന് ഇന്ത്യയിൽ നിരോധിച്ചതാണ്. കാരണം അവന്മാര് തീവ്രവാദ സംഘടനയാണ്. ആ സംഘടനയിൽപ്പെട്ട ആള് തന്നെയാണ് നിന്നെ പോലുള്ള മലമായി ഏട്ടന്മാരൊക്കെ. അപ്പൊ നീയൊക്കെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ പോലുള്ള ചാണക സംഖ്യകളൊക്കെ വളർന്നു വന്ന സംഘടനയായ RSSനെ ഒരിക്കലും നിരോധിക്കാൻ പറ്റില്ല എന്ന്. ചാണകം തുപ്പുന്ന ആളുകൾ ഇന്ത്യ ഭരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ഊളകൾ സപ്പോർട്ട് ചെയ്യുന്ന RSSനെ നിരോധിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം തീവ്രവാദ സംഘടനയാണ്, മനസ്സിലാക്ക്. എന്റെ പൊന്നോനെ, നിങ്ങൾ സമ്മതിച്ചോണ്ടാ. RSS എന്ന് പറഞ്ഞ സംഘടന ഇവിടെ നിരോധിച്ച സംഘടന ഒന്നുമല്ല. RSS എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. രാജ്യവിരുദ്ധ പ്രവൃത്തി ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. നിരോധിക്കാത്ത സംഘടനയൊന്നല്ല. പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ഒരു മനോനില അപ്പോൾ ഉള്ള ഭരണകൂടത്തിന് തോന്നിയതിനെ കൊണ്ട് മാത്രമാണ് RSSന്റെ നിരോധന നിയന്ത്രണം വീണ്ടും എടുത്തു മാറ്റിയത്. അല്ലാതെ നിരോധിക്കാത്ത സംഘടന ഒന്നല്ല. രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന സംഘടന തന്നെയാണ് RSS എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള മതക്കാരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ലംഘനമാണ്. ആ പരിപാടി ചെയ്യുന്ന ആളുകളാണ് RSSനുള്ളത്. നിരോധിക്കാൻ വിചാരിച്ചാൽ പറ്റൂ. നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ മതം നോക്കി കാണണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതേപോലത്തെ തീവ്രവാദ സംഘടനയൊക്കെ നിയമപരമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അപമാനക്കേടാണ്. ചെറായി മനസ്സിലാക്കുക. അവരൊരു പാട്ട് വന്ദേ ഭാരതിൽ പാടിയൊരു ഭയങ്കര പ്രശ്നമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗണഗീതം പാടണ്ട എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അത് പൊതുസത്തിൽ വേണ്ട. എല്ലാവരുടേതും കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിൽ നിന്റെ RSS ശാഖയിൽ പഠിപ്പിക്കുന്ന പാട്ടുമായിട്ട് വരരുത്. നാട്ടുകാരുടെ പൊതുസ്വത്തിലാണോ നിന്റെ RSSൽ പഠിപ്പിച്ചു കൊടുക്കുന്ന അപരാധവുമായിട്ട് വരുന്നത് അല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ലടാ. കാരണം ഇത് പൊതുസ്വത്താണ്. വന്ദേ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ടാക്സ് പിരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അല്ലാതെ RSSന്റെ ശാഖയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെരിഞ്ഞു കൊടുക്കുന്നൊന്നല്ല. RSSനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനമാണത്, അല്ല നമ്മുടെ ഭാരതത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗണഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSനെ കുറിച്ചല്ല, ഭാരതത്തെ അതായത് ഇന്ത്യയെ കുറിച്ചാണെന്നാണ് നമ്മുടെ ചെറിയൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് നിന്റെ കുഴപ്പമല്ലടാ. നീ ചെറുപ്പത്തിലെ ഈ ശാഖയിലൊക്കെ പോയിട്ട് ഉള്ളത് ദ്രവിച്ചു പോയിട്ട് അവിടെ ചാണകം കയറിയിട്ട് അടിയുന്നത് കൊണ്ടാണ് ഇതേപോലത്തെ മനോനിലയൊക്കെ പറയാനുണ്ടാവുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ഇവിടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനമാണല്ലോ. രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നാ ഈ ന്യൂസൊക്കെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ശാഖ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ രാവിലെ വരുന്ന ന്യൂസ് വെള്ളം കൂട്ടാതെ വീങ്ങിയിട്ടല്ല ഇതേപോലെയൊക്കെ തുപ്പുന്നത്. ഇവിടെ ആരാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതെന്ന് ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാവും. അത് നിന്നെ പോലെയുള്ള ചാണകങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. ഭാരതത്തിന് വേണ്ടി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കണം, ഭാരതത്തിനെതിരെയാണല്ല. എടാ നീയൊക്കെ എന്താടാ പറയുന്നത്? RSSന്റെ ശാഖയിൽ പാടുന്ന ഒരു പാട്ടിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് RSSനല്ല കുറ്റം പറയുന്നത്, ഭാരത അതായത് ഇന്ത്യ മൊത്തം കുറ്റം പറയുന്നത് പോലെയാണ് ഇവനെ പോലുള്ള ചാണക സംഖ്യകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നല്ല. നിന്റെ RSS ശാഖ എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന തന്നെയാണ്. ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനയായിട്ടുള്ള RSSന്റെ ശാഖയിൽ പാടുന്ന പാട്ടിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ മൊത്തം കുറ്റം പറയുന്നത് പോലെയല്ല. നിങ്ങൾ തീവ്രവാദമാണ് ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മറ്റുള്ള മതക്കാരെ അടിച്ചു ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തീവ്രവാദ പരിപാടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തീവ്രവാദ പരിപാടി ചെയ്യുന്ന നിങ്ങൾ പാടുന്ന പാട്ടിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരാണ് രാജ്യവിരോധികൾ അല്ലെ?
ഓടെ തീട്ടായി. നിങ്ങളൊക്കെ എന്താണ് ഇവിടെ ചെയ്തത്? ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയതോ? ഇനിയും ചിലപ്പോ RSS ഗണഗീതങ്ങൾ ഇനിയും പല സ്ഥലത്തും നിങ്ങൾ കേട്ടെന്ന് വരും. കേൾക്കില്ല ചെറായി. കേരളത്തിൽ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതേപോലുള്ള ഗണഗീതങ്ങൾ കേൾക്കില്ല. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ്. ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നിങ്ങളെ പോലുള്ള സംഘി വിഡ്ഢികൾ എല്ലാവരും റോഡിൽ ഇറങ്ങി പാടോ? കാണാലോ. ഇതിനെ പോലെയുള്ള വിഡ്ഢികളൊക്കെ എന്താ ചെയ്യാന്ന് കാണണം കേട്ടോ. റെയിൽവേ മന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ടേക്കും. ഇവിടെ പഹനി റെയിൽവേ മന്ത്രി RSSകാരനാണ്. ഒരു RSS കാരനാണ് എന്ന് പറയുന്നതിലും നല്ലത് നല്ല നിറച്ചും 2 കിലോ ചാണകം ഉള്ള ആളാണെന്ന് പറയുന്നതാണ് അല്ലേ? ഇതിനകത്ത് 2 കിലോ ചാണകം ഉണ്ട് എന്ന് പറയുന്നതാണ് ഒരു RSS കാരനാണെന്ന് പറയുന്നതിലും നല്ലത്. കാരണം പൊട്ടത്തരം കണ്ടു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പൊട്ടന്മാരാണ് അവന്മാരൊക്കെ. അങ്ങനെ തന്നെ പറയണം. ഇനി പല സ്ഥലത്തും ഗണഗീതമൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് നമുക്ക് നോക്കാം. കേരളത്തിൽ ഇനി എവിടെയൊക്കെ ഗണഗീതം കേൾക്കുമെന്ന് അല്ലേ? കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് ഈ സംഘിച്ചാണകങ്ങളൊക്കെ വന്ന് വിളയാടുമോ എന്ന് നോക്കണമല്ലോ. അത് നമുക്കൊന്ന് കാത്തു നിന്നിട്ട് കാണണം. എന്തായാലും ചെറിയ പോട്ടെ. നമുക്ക് നാളെ കാണാം. മറ്റന്നാളായിട്ടും കാണാം. അപ്പം ബൈ. നിർത്തുന്ന ബൈ 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 ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.